ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് V4 കൊച്ചിയുടെ എൻട്രി. 10 കൊല്ലം മാറി മാറി ഭരിച്ചതാണ് UDFും LDFും. അത് വലിയ തോന്നിയ പോലെയാണ് ചെയ്തവര്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാരും ഉണ്ടല്ലോ ഭരണത്തില്. പരമ്പരാഗതമായ ഒരു മുൻനിര രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ എന്നാൽ സ്വതന്ത്രരല്ലാത്ത ഒരു ജനകീയ കൂട്ടായ്മ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണങ്ങൾക്കിടയിൽ കൊച്ചിയുടെ വഴിയോരങ്ങളിൽ പലയിടത്തും കാണാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റർ, പലർക്കും സംശയമുയർന്ന ഒരു പേര്, V4 കൊച്ചി. എന്താണ് V4 കൊച്ചി? എന്തിനാണവർ തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്? എങ്ങനെയാണവർ ജനപക്ഷമാകാൻ പോകുന്നത്? വ്യക്തമായ ഉത്തരങ്ങളുണ്ട് അവർക്ക് പറയുവാൻ. പേരിലെ പുതുമ കൊണ്ടോ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയുമാണ് കേരള ന്യൂസ് പ്രിന്റ്. V4 കൊച്ചി ആക്ച്വലി രജിസ്റ്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ വീണിട്ട് ഈ കഴിഞ്ഞ 2020 സെപ്റ്റംബർ 12-നാണ്. ബട്ട് ഏപ്രിൽ ഓൺവേർഡ്സ് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങി, അതിൻ്റെ കാര്യങ്ങളും പ്രസ്താവനകളൊക്കെ ഇറക്കി ജനങ്ങളോട് സംവാദിക്കുകയും അതിലൂടെ കുറേ അംഗങ്ങൾ ചേരുകയും ഒക്കെ ചെയ്തിട്ട് തുടങ്ങിയത് ഏപ്രിൽ മുതലേ ഇതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. V4 കൊച്ചി എന്ന ജനകീയ മുന്നേറ്റം വളർന്നു വരാൻ കാരണം നമ്മുടെ ഭരണ സംവിധാനത്തിൽ കടന്നുകൂടിയിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥയും. അതിന് കാരണം ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPIM, BJP പോലുള്ള പാർട്ടികളിൽ സംഭവിച്ചിട്ടുള്ള ജീർണതയാണ്. അവരുടെ നേതാക്കളും പ്രവർത്തകരും കക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള അവസ്ഥയ്ക്ക് തരം താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ പൊതുമുതൽ കൊള്ളയടിക്കുന്ന അത്തരം രാഷ്ട്രീയ തൊഴിലാളികളെ, അതായത് ഭരണകൂടത്തിനും ജനങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ഏജന്റുമാരായി നിന്നുകൊണ്ട് ഇടനിലക്കാരായി പൊതുമുതൽ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികളെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ അധികാരം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് V4 കൊച്ചി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ സാധ്യമായ സുതാര്യത ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ പരിണിത ഫലമായിട്ട് ഭരണപ്രക്രിയയിൽ ജനങ്ങൾക്ക് പങ്കാളികളാകാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ മനഃപൂർവ്വം അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് V4 കൊച്ചി. അതേപോലെ റോഡ് നിർമ്മാണത്തിലുള്ള അഴിമതിയും റോഡ് നിർമ്മാണത്തിലുണ്ടാകുന്ന അപാകതകളും വെള്ളക്കെട്ടിലേക്ക് നയിക്കുന്നതും കാനകളും കനാലുകളും ശുചീകരിക്കാത്തതും മൂലം കൊതുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ആ വിഷയങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ V4 കൊച്ചി മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ അതായത് ഈ 21-ാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ V4 കൊച്ചിക്ക് അല്ലെങ്കിൽ പുതിയൊരു മുന്നേറ്റത്തിന് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് 3 മുന്നണികളെയും എതിർത്തുകൊണ്ട് ശക്തമായി മുന്നിട്ടിറങ്ങിയ ഒരു സംഘടന എന്നുള്ള നിലയിൽ V4 കൊച്ചിക്ക് പരിപൂർണ്ണ പിന്തുണയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഞങ്ങൾ അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള മുദ്രാവാക്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് 0% അഴിമതി, 100% സുതാര്യത എന്നുള്ളതാണ്. സുതാര്യത വരുമ്പോൾ തന്നെ അഴിമതി അടയും, കാര്യക്ഷമതയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ടാണ് കൊച്ചി ഗവേണൻസ് സിസ്റ്റം, ഡിജിറ്റൽ വൽക്കരണം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അതൊരു സിസ്റ്റമിക് മാറ്റമാണ്. ഏത് മേഖലകളിൽ ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ഡിജിറ്റൽ വൽക്കരണം, കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കി കഴിയുമ്പോൾ അവിടെ അഴിമതി കാണിക്കാനുള്ള പഴുതുകൾ അടഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. അത് അടച്ചുപൂട്ടി വികേന്ദ്രീകൃതമായിട്ട് മാലിന്യം സംസ്കരിച്ചുകൊണ്ട് കൊച്ചി ഒരു ക്ലീൻ സിറ്റി ആക്കുന്നുള്ളൊരു കൃത്യമായ വാഗ്ദാനം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ റോഡ് നിർമ്മാണങ്ങളിലൊക്കെ ഇപ്പോൾ റോഡൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഓരോ തവണ കൂടി വരികയാണ്. കാരണം പഴയ റോഡ് മില്ല് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ് കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയത മാറ്റിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന, അത് കനാലുകളിലെ നീരൊഴുക്കും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടിവെള്ളം, അതായത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 1000 കോടിയാണ്. എന്നാൽ വരുമാനത്തിൻ്റെ വശത്ത് നോക്കുമ്പോൾ അവിടെ വലിയ അഴിമതി നടക്കുന്നത്. ഇത് 3000-4000 കോടിയൊക്കെ വരുമാനം ഉണ്ടാകേണ്ട സ്ഥലത്താണ് 1000 കോടിയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. കാരണം വേണ്ട വൻകിടക്കാരിൽ നിന്ന് ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ് ടാക്സ് ഇതൊന്നും പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നില്ല.
അങ്ങനെ കൊച്ചിൻ കോർപ്പറേഷന്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള കുടിവെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത്തരം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നത് നമ്മളുടെ മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മറ്റ് ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് നടപ്പിലാക്കാനായിട്ട് ഇനി ഒരു പുതിയൊരു ജനമുന്നേറ്റത്തിനോ ഒരു പുതിയൊരു സംവിധാനത്തിനോ കഴിയുള്ളൂ എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ 100% സുതാര്യത. എന്നാൽ ക്യാഷ് ട്രാൻസാക്ഷൻ നിൽ. ഞങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ ചെക്ക്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, അല്ലെങ്കിൽ നെറ്റ് ട്രാൻസാക്ഷൻ, അതേപോലെ പേയ്മെൻറ്റ്സുകൾ കംപ്ലീറ്റ് ഞങ്ങൾ അതേപോലെ തന്നെ ട്രാൻസ്ഫറും ചെക്കുമായിട്ടാണ്. ഞങ്ങൾ 100% ഇത് കുറ്റിവെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റെസിപ്റ്റ് കുറ്റിവെച്ചിട്ടുള്ള പിരിവുകളൊന്നുമില്ല. ഞങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ അബ്കാരികളും ഇല്ല, കോൺട്രാക്ടർമാരും ഇല്ല, കള്ളപ്പണക്കാരും ഇല്ല. പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. വളരെ സുതാര്യതയോടുകൂടിയാണ് ഞങ്ങൾ ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ടെങ്കിലും ജനങ്ങൾ ഞങ്ങളെ കൈയോടെ സ്വീകരിച്ചേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ കൊച്ചി സൈഡിലാണെങ്കിൽ ബാഹ്യമായിട്ട് വൻ മുന്നേറ്റം തന്നെ നടക്കുന്നുണ്ടെങ്കിൽ എറണാകുളം സൈഡിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ് ഞങ്ങൾക്ക് ഫേവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ V4 കൊച്ചിയുടെ 54 കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ 54 വാർഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥി അനിജോ പോളാണ്. V4 കൊച്ചിയെക്കുറിച്ച് എനിക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നേരത്തെ തന്നെ വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർഡിൽ ഏത് സ്ഥാനാർത്ഥിയാണ് വരുന്നതെന്ന് എല്ലാവർക്കും, എനിക്കുൾപ്പെടെ ആ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ ആകാംക്ഷയും ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് V4 കൊച്ചി. V4 കൊച്ചിയെക്കുറിച്ച് നമ്മൾ കിഴക്കമ്പലം 2020 ആ ഒരു അതേ പതിപ്പാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് ഒത്തിരി അധികം അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയാൻ അഭിമാനിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടി വന്നു. ഇത്ര അനീതി ഇതിൻ്റെ അകത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ മാറ്റി ചിന്തിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള മിക്കവാറും എന്ന് ഞാൻ ധരിക്കുന്നു. പിന്നെ വളരെ യങ് ജനറേഷൻ അവരും കൂടുതലായിട്ട് ശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. ഇന്ന് ഞാൻ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായത് സ്ത്രീജനങ്ങൾ അടുക്കളകത്തുള്ളതും പുറത്തു പോകാൻ സാധിക്കാത്ത സ്ത്രീജനങ്ങൾ അടക്കം V4 കൊച്ചിയെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിടെ നടന്നു. അന്ന് ഞാനൊരു പ്രതികരണം ചെയ്തു എൻ്റെ ജനങ്ങളോടായിട്ട്. നമുക്ക് ആർക്കും വോട്ട് കൊടുക്കേണ്ട, കാരണം 10 മാസം തേവര റോഡ് കുണ്ടും കുഴിയും വെട്ടിട്ട് ഒരുപാട് അപകടങ്ങളും അബോഷനുകളും രോഗാവസ്ഥയിലോട്ട് തള്ളി നീക്കിയതും ഓട്ടോക്കാരുടെ തൊഴിലില്ലാതായതും ഒക്കെയുള്ള വളരെ ദുഃഖകരമായൊരു അവസ്ഥയിലൂടെ ഞങ്ങൾ ചെളിയിലൂടെ നടന്നിങ്ങനെ വണ്ടി ഓടിച്ച് യാത്ര ചെയ്യുമ്പോൾ അന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു ചെറിയ ഒരു പ്രോത്സാഹനം കൊടുത്തു. നോട്ട വളരെ നല്ല രീതിയിൽ നോട്ട പ്രതികരിച്ചു എന്നുള്ളതാണ്. ജനം നോട്ടയ്ക്ക് വോട്ട് ചെയ്തു. 1000 ചില്ലാനം വോട്ട് നോട്ടയ്ക്ക് കിട്ടി. അതിൽ തന്നെ വ്യക്തമാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രാവശ്യത്തെ വോട്ട് ആർക്ക് കൊടുക്കും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് V4 കൊച്ചിയുടെ എൻട്രി. അതുകൊണ്ട് തന്നെ V4 കൊച്ചിയെ 2 കൈ നീട്ടി ഞാൻ പറഞ്ഞ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ജനം. ഒരു സംശയവും വേണ്ട, V4 കൊച്ചി അത് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കും, അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷന് വളരെ ഒരു മുതൽക്കൂട്ടായിട്ട് ജനങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനിപ്പോൾ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ എനിക്ക് ദുഃഖകരമായിട്ട് തോന്നിയ ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് 1.5 വർഷത്തിനകം കുടിയെടുപ്പ് പ്രശ്നമുള്ള കുറേ ഏരിയകളുണ്ട്. അവരുടെ എല്ലാം സ്ഥിതി കണ്ടാൽ വലിയ മണിമാളികളുടെ കീഴെ അവരിങ്ങനെ ഇത്രത്തോളം അധപതിച്ചതോ അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ഇരുട്ടിലായ പോലെ നിൽക്കുന്നൊരവസ്ഥ കണ്ടിട്ട് എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും 1.5 വർഷത്തിനകം ഞാൻ അവർക്ക് വേണ്ടി അവരുടെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റവും എൻ്റെ ശരീരത്തിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ മുടിയാണ്. ഇത് ഞാൻ അങ്ങ് വടിച്ചു കളയുമെന്ന് ഞാൻ അവരോട് പറഞ്ഞേക്കുക. കാരണം അത്രത്തോളം ദയനീയമാണ്. 10 കൊല്ലം മാറി മാറി ഭരിച്ചതാണ് UDFും LDFും. എന്നിട്ട് അവർക്ക് ചെയ്യേണ്ട നീതി അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു പുറമ്പോക്കിൽ ചെന്നപ്പോൾ അവരെ കുടിയൊഴിപ്പിക്കണമെന്ന് കോടതി, സുപ്രീം കോടതിയുടെ കോടതി വിധിയുള്ളതാ. അവിടെ കൊണ്ടുപോയിട്ടാണ് ഇവിടുത്തെ പഴയ കൗൺസിലർ ഒരു ഗ്രാനൈറ്റിന്റെ ബെഞ്ച് പണിതിട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റിന്റെ ആ കോടതി വിധി സ്റ്റേ ഉള്ള സ്ഥലത്ത് എങ്ങനെ ഇവരത് പണിതു? ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്.
അതിൻ്റെ കുറേ വൈഡനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി പാരലൽ റോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ തേവര ജംഗ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, തേവര ജംഗ്ഷനിൽ നിന്നൊരു ഫ്രീ ലെഫ്റ്റ് ഇല്ല. ഇതിനു മുമ്പ് ദിനേശ് മണി കളക്ടർ മേയറായിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രൊജക്റ്റ് വന്നാണ് തേവര ജംഗ്ഷൻ വികസനം. അന്നത് എവിടെ പോയെന്നറിയില്ല, ആ ഫയൽ പോലും ഇല്ല കൊച്ചിൻ കോർപ്പറേഷനിൽ. ഈ സംഘടന വന്നിട്ട് ഒരു 7 മാസമോ അത്ര ആയിട്ടുണ്ടാവുള്ളൂ. ഒന്ന് മാറി ചിന്തിക്കാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? ഞങ്ങൾക്കല്ല വേണ്ടത്, ഞങ്ങളുടെ പ്രായം കഴിഞ്ഞ് ഇനി വന്നവർക്കൊന്നും ചെയ്യണ്ടേ? അതിനുവേണ്ടി ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനെയുള്ളവർ വരട്ടെ. തേവരയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചെറിയ റോഡിലെ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. PW നിയമപ്രകാരം 8 മീറ്റർ വീതി ആവശ്യമായ റോഡിന് നിലവിൽ 5 മീറ്റർ മാത്രമാണുള്ളത്. പല രാഷ്ട്രീയ പ്രവർത്തകരും മാറി മാറി ഭരണത്തിൽ വന്നിട്ടും റോഡിന് മാറ്റമൊന്നുമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അഴിമതി മുക്ത ഭരണമാണ് V4 കൊച്ചി വാഗ്ദാനം ചെയ്യുന്നത്. അധികാരം ജനങ്ങളിലേക്കെന്ന മുദ്രാവാക്യവും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളെ ഭരിക്കുകയെന്നതാണ്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭരണം കൈയാളുന്ന ഇക്കാലത്ത് ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭരണത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ശക്തിയുള്ള എതിരാളികളെ ഭയന്ന് സമ്മർദ്ദം ചെലുത്തി അവരെ ഒതുക്കാമെന്ന് ഒരു നേതൃപാർട്ടിയും കരുതുകയും വേണ്ട. ക്യാമറാമാൻ AK അജിത് ലാലിനോടൊപ്പം നിഷ ഉണ്ണികൃഷ്ണൻ, കേരള ന്യൂസ് പ്രിന്റ്.